വീഡിയോ ഓൺ ചെയ്തിരിക്കാവോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ വെനസ്ഡേ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്വന്തം സേഫ് സൈഡ് സെഷനാണ്. സോ സാറൊന്ന് ജോയിൻ ചെയ്തിട്ട് എല്ലാ തോന്നുന്നു സാറൊന്ന് ഞാൻ കോൺടാക്ട് ചെയ്യട്ടെ കേട്ടോ. വീഡിയോ ഓൺ ചെയ്തിരിക്കാവുന്നവർക്കൊന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ക്ലാരിറ്റി മെൻ്റൽ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സേ സാറാണ്. സോ സേ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാ ആളുകളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം സാർ. സുഖം ചാലഞ്ചൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ചലഞ്ച് ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാമോ? എന്തെങ്കിലും ഫീഡ്ബാക്ക്? സാർ, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നത്, അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ തന്നെയാണ് ഒരു ഡിസിപ്ലിൻ വന്നു ലൈഫില്. ആ സമയമാകുമ്പോ നമുക്കത് ചെയ്യണം എന്നൊരു തോന്നല് വന്നു. ഓക്കെ, ശരി. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻസ് ആണ്, അല്ലെ? നമ്മുടെ സാഹചര്യങ്ങള് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നതാണോ അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ആർക്കും ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ വന്നു ചേരുന്നതാണോ? ക്രിയേറ്റ് ചെയ്യുന്നതാണ് സാറേ. വേറെ മാം ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു. വേറെ എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? വേറെ ആർക്കും ഒപ്പീനിയൻ ഇല്ലേ? സാഹചര്യങ്ങള് ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് ബിമാജിക്കിൽ വന്നതിന് ശേഷമാണ്. മറ്റേത് സാധാരണ വന്നോണ്ടിരിക്കുക എന്നുള്ളതാണ്, അനിവാര്യമാണ്. വന്നോണ്ടിരിക്കുക നമ്മളെ കൺട്രോളിലല്ല എന്നാണ് ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്ക് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, അല്ലെ? സാഹചര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ചില ഒരു കോമൺ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ആൾക്ക് അസുഖം വന്നു. ആ അസുഖം അയാൾ ക്രിയേറ്റ് ചെയ്യുന്നതാവോ? ഒരാൾക്ക് ഇപ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, അത് അയാൾ ക്രിയേറ്റ് ചെയ്താണോ? പറയൂ. അല്ല, അല്ലയാണോ? ക്രിയേറ്റ് ചെയ്തതാണോ? സാറേ, അയാളുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് അത്. അയാളുടെ ലൈഫ് സ്റ്റൈലിന്റെ മാറ്റം കൊണ്ട് ഉണ്ടല്ലേ? ഏതെന്ന് വെച്ചാല് അതിന്റെ ഒരു പാർട്ട് അയാളായിട്ടുണ്ടാവും. ഈ സമയത്ത് ഒരു രാവിലെ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് കേൾക്കാം, പകരം കിടന്നുറങ്ങാം. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം, പകരം എന്ത് ചെയ്യാം? കിടന്നുറങ്ങാം. അപ്പോ അതിന്റെ ഒരു ഔട്ട്കം ആയിരിക്കും അയാളുടെ ബോഡി എന്ന് പറയുന്നത്. എല്ലാ ദിവസവും എണീറ്റ് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളൊരു ഹെൽത്തി ഉള്ള ഒരാളായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഒരു മോശം സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനിക്കുന്ന വ്യക്തി എപ്പോഴും നമ്മളായിരിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലാതെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ വന്നേക്കാം. നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യൂല,
നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ 5 സ്റ്റെപ്പാണ് ഏതൊരു സിറ്റുവേഷൻസിനെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു 5 സ്റ്റെപ്പ് ആണ് ഇന്നത്തെ സെഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ലൈഫിൽ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുന്ന സംഭവം ഉണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കാത്ത സംഭവം ഉണ്ടാവും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുക, എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ പറ്റുക, ഓക്കെ, അതാണ് ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മ്യൂട്ടാണ്. താങ്ക് യു സത്യ. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഗോൾ സെറ്റ് ചെയ്തു, നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആരുമില്ലേ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു വയ്ക്കുന്നത്? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിരിക്കുന്ന ആളുകൾ എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒക്കെ കിട്ടിയ ആളുകളാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നുണ്ട്, അങ്ങനെയാണോ? ഇല്ല, കിട്ടുന്നില്ല. ഒരു 10% കിട്ടുന്നുള്ളൂ. 10% കിട്ടുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാത്തതിന്റെ റീസൺ എന്താണ്? താങ്ക് യു സുഹൈൽ. സുഹൈലൊക്കെ ജോലി എന്നുള്ള സന്തോഷമുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാത്തത്, അല്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടാത്ത സംഭവത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോ മനസ്സിലാക്കാം, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ നമ്മളവിടെ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ് ആൻഡ് ഒബ്സർവ് ആണ്. ഓക്കെ, എനിക്ക് നോട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ് ആൻഡ് ഒബ്സർവ്. നിങ്ങളൊരു എക്സാമ്പിൾ പറയാം, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു വഴിക്ക് പോവാണ്. ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നിങ്ങളിങ്ങനെ യാത്ര പോയി കുറെ സമയം കഴിഞ്ഞ സമയത്താണ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യാം? നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യാം? നിങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലമാണ്, 3/4 മണിക്കൂറായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നില്ല. നിങ്ങളുടെ മൊബൈലൊക്കെ ഓഫായി കിടക്കാൻ, നിങ്ങൾ ഗൂഗിൾ മാപ്പും വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. പെട്ടെന്ന് മൊബൈൽ ഓഫായി, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നില്ല. നിങ്ങൾ യാത്ര ഇങ്ങനെ പോയി കുറെ സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊരു കൺഫ്യൂഷൻ പോലെ. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്താ ചെയ്യുക? എന്താ ചെയ്യാ? ആളോട് അന്വേഷിക്കും. മറ്റുള്ള ആളോട് അന്വേഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വാഹനം നിങ്ങൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും, അല്ലെ? തൽക്കാലത്തേക്ക് എന്ത് ചെയ്യും? ഒന്ന് പോസ് ചെയ്യും, എന്നിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കും. നമ്മൾ പോസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എന്താ എത്താത്തത്, എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, നമ്മുടെ റൂട്ട് തെറ്റിയോ, നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഒരാളോട് എന്ത് ചെയ്യും? അന്വേഷിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ സിറ്റുവേഷൻസിനെ എന്തുകൊണ്ടാണ് ആ പാരാമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക? ആ പാരാമീറ്ററിനെ നമ്മൾ റെഡിയാക്കും. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു ദിവസം നമ്മളെപ്പോഴും പോകുന്ന, ഞാൻ അധികം പോകുന്ന ഒരു റൂട്ടാണ് കൊച്ചി എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് കൊച്ചിക്ക് പോകുന്നതാണ്. ഞാനും എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രാഹുലും ഒരു സമയത്ത് കൊച്ചി പോവാണ്. ഓക്കെ, കൊച്ചി പോകുന്ന സമയത്ത് 2 പേരും കൊച്ചിക്കുള്ള റൂട്ട് അറിയാം. പാലക്കാട് നമ്മുടെ ഇവിടെ രാത്രി ഞങ്ങൾക്ക് രാവിലെ ഒരു 9:30 അവിടെ കൊച്ചിയിൽ എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, 9:30 എത്തണം എന്നുള്ള ലക്ഷ്യമുള്ള ഞങ്ങൾ പോയി. ഞങ്ങളങ്ങനെ പോകുന്ന സമയത്ത് പെരിന്തൽമണ്ണ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ നേരല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ നേരം. ഓക്കെ, അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയി. ഞങ്ങൾ മണ്ണാർക്കാടെത്തി. മണ്ണാർക്കാടത്തൊക്കെ അറിയുന്നുണ്ട്. മണ്ണാർക്കാടെത്തി. അവിടുന്ന് സുബഹിക്ക് നിസ്കരിച്ച് ഒരു ചായ കുടിച്ച് പിന്നെ ഇങ്ങനെ പോയി. കുറെ സമയം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അല്ല രാഹുലെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ കൊച്ചിയിലേക്ക്. ഇതിപ്പോ ഏതാ റൂട്ട്? ഇത് പാലക്കാട് റൂട്ടാണല്ലോ. അപ്പൊ നമ്മൾ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കുറെ യാത്രകൾ പാലക്കാടേക്ക് പോകുമ്പോൾ ഞങ്ങൾ മെന്റലി ഇതാവുമ്പോൾ ഞങ്ങൾ ഈ സംഭവങ്ങൾ പോവാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മൾ അറിയുന്നത് എന്ത്, നമ്മളെ റൂട്ട് തെറ്റിരിക്കും. അപ്പൊ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറച്ച് വെറിയിടാവുമല്ലോ. പിന്നെ രാഹുല് വാഹനം ഇങ്ങനെ ഭയങ്കര സ്പീഡ് ഓടിക്കുക. രാഹുലിന്റെ അറിയും. ഓക്കെ, കൂൾ. എന്താണ്? നമ്മൾ വൈകൂല. നമ്മൾ 9:30 എത്തിയില്ലെങ്കിലോ? നമ്മൾ വൈകൂല. നമ്മളെ കാരണം കൊണ്ട് നമ്മൾ വൈകൂല. ഇതിനെന്തോ റീസൺ ഉണ്ടാവും. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സിറ്റുവേഷൻസിൽ നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകുക. ഓക്കെ, ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുക? പോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിറ്റാച്ച് ഇമോഷണലി ഫോർ എ മൊമെന്റ്സ്. ദിസ് ഈസ് ടെമ്പററി സിറ്റുവേഷൻ, നോട്ട് മൈ ഐഡന്റിറ്റി. ഓക്കെ, നമ്മൾ പോയി പറയുന്ന സംഭവമാണ്, നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ
ടൈം കിട്ടാനല്ല. ഇതൊരു ടെമ്പററി സിറ്റുവേഷൻസ് ആണ്, ഒരിക്കലും എന്തല്ല പെർമനന്റ് അല്ല. ഓക്കെ, ആദ്യം നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുക. യാത്ര നമ്മൾ പോസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുന്നപ്പോൾ തന്നെ ആ സിറ്റുവേഷൻസിനെ പോസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പൊ രാഹുലിനോട് പറഞ്ഞ് ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഞങ്ങൾ ഏകദേശം എത്തുന്നത് 10:30-ക്കാണ്. ഈ 10:30-ക്ക് ഞങ്ങൾ എത്തുന്ന സമയത്തും ഇവിടുത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ആയിട്ടില്ല. ക്ലിയർ ആയോ? 9:30-ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാം 10:30-ക്ക് എത്തിയപ്പോൾ ഞങ്ങൾ നേരത്തെ പിന്നെയും ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ആകുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ആ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പാരാമീറ്റർ ചേഞ്ച് ചെയ്യാൻ നോക്കുക. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് നടക്കാത്തത്? ആ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്താത്തതിന്റെ കാരണം ആ വഴി മാറിയിട്ടുണ്ട്, നിങ്ങളെ യാത്ര ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതിനാദ്യം എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിലും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? പോസ് ചെയ്യും. രണ്ടാമത്തെ സംഭവം എന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞത് ഷിഫ്റ്റ് ഫോക്കസ്. ഓക്കെ, ഷിഫ്റ്റ് ഫോക്കസ്. ഷിഫ്റ്റ് ഫോക്കസ് പറഞ്ഞ രീതി എന്താ വെച്ചാൽ നമ്മൾ ഓൾവേസ് നമ്മൾ ചോദിക്കുന്ന സാധനം ഉണ്ടാവും, ദൈവമേ എന്താ എനിക്കെപ്പോഴും ഇങ്ങനെ, അല്ലേ? നമ്മളങ്ങ് എന്താ പറയാ, എന്താണ് എനിക്കെപ്പോഴും ഇങ്ങനെ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി മാറുന്നത്, എന്റെ കൂടെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുന്നു, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അവരെക്കാളും നന്നായിട്ട് ഈ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വൈ മീ? നിങ്ങളെപ്പോഴും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ്, വൈ മീ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും ചോദിക്കുന്നതായിരിക്കും. അതിന് പകരം നമ്മൾ ചോദിക്കുക, ആ ഷിഫ്റ്റ് എങ്ങനെ ഫോക്കസ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദിസ് ടീച്ചിങ് മീ? ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു കാര്യം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് രീതിയിൽ അതിനെ സോൾവ് ചെയ്യാം. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. ഒരു മുക്കുവൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ മുക്കുവനെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷകരമായിട്ട് പോകുന്ന സിറ്റുവേഷൻസിൽ ആ മുക്കുവന്റെ എന്ത് ചെയ്തു? വല നഷ്ടപ്പെട്ടു. മുക്കുവന്റെ വല നഷ്ടപ്പെട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ആ മുക്കുവന്റെ ജോലി ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ആയി. അദ്ദേഹത്തിന്റെ വീട്ടില് ഭക്ഷണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായി. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരു സുഹൃത്ത് എന്ത് ചെയ്തു? ഒരു സുഹൃത്ത് ഇടയ്ക്കൊന്ന് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ഓക്കെ, ഇടയ്ക്കൊന്ന് പൈസ കൊടുത്ത് സഹായിക്കും. അദ്ദേഹത്തിന് വീട് സിറ്റുവേഷൻസ് അറിയുമ്പോൾ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യും, ഒരു 50 രൂപ കൊടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഒരു 100 രൂപ കൊടുത്ത് സഹായിക്കും. ഓക്കെ, അപ്പോഴും ഈ സുഹൃത്ത് എന്താണ്, ഈ ഒരു മുക്കുവനെ ബുദ്ധിമുട്ട് പോകുന്ന സമയത്താണ് എന്ത് ചെയ്തത്? വേറെ സുഹൃത്ത് ഈ മുക്കുവൻ എന്ത് ചെയ്തു? വല മേടിച്ചു കൊടുത്തു. ഓക്കെ, രണ്ടുപേരും ഇദ്ദേഹത്തിനെ സഹായിച്ചേക്കാണ്. ഈ വല മേടിച്ചു കൊടുത്തതും അദ്ദേഹത്തിന് ഭക്ഷണം മേടിച്ചു കൊടുത്തതും നമ്മൾ എന്താ ഡിഫറൻസ്? എന്താണ് ഡിഫറൻസ്? ജൂബി മാം, എന്താ ഡിഫറൻസ്? എന്താണ് ഈ സംസാരിക്കാതെ സംസാരിക്കുക? വല മേടിച്ചു കൊടുത്തോണ്ട് അയാൾക്ക് ജീവിതാവസാനം വരെ ഭക്ഷണം കഴിക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? പ്രോബ്ലംസിനെ പെർമനന്റ് ആയിട്ട് സോൾവ് ചെയ്തു, അല്ലെ? വേറെ സ്ഥലത്ത് പ്രോബ്ലംസിന് എന്ത് ചെയ്തു? ടെമ്പററി സോൾവ് ചെയ്തു. ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ അയാൾ അതിനെ ടെമ്പററി സോൾവ് ചെയ്യാനുമായിട്ട് ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അയാൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, അപ്പം അല്ലെങ്കിൽ അയാൾ വേറെ ജോലി ചെയ്യുന്ന ഒരാളാണ്, അവർ അതിനെ ടെമ്പററി സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഭവമാണ് കടം മേടിക്കുക എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, വേറെ ആളുടെ കടം മേടിച്ചിട്ട് കൊടുക്കുക, ലോൺ എടുത്ത് കൊടുക്കുക, അങ്ങനത്തെ സംഭവം ടെമ്പററി സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന, എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന നമ്മളുടെ ഈ ഒരു സിറ്റുവേഷൻസ് നമ്മളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചെങ്കിൽ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉദ്ദേശിക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് മാറാൻ സാധിക്കും. പക്ഷെ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് നമ്മളെ തോട്ട് പ്രോസസ്സിന് എന്ത് ചെയ്യലാണ്? മാറ്റലാണ്. ഓക്കെ, ഇനി എന്റെ ലൈഫിൽ ഈ സിറ്റുവേഷൻസ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരാതിരിക്കാൻ ഞാൻ ഇപ്പൊ ചെയ്യുന്നതിൽ നിന്നും എൻ്റർലി ഡിഫറെന്റ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? എനിക്ക് തന്നെ അറിയാം, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ടേബിൾ ടോക്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു ദിവസം പറഞ്ഞു, ഞാനൊരു ലെറ്റർ എഴുതി മേടിച്ചു, എൻ്റെ ഓഫീസിൽ ഇപ്പോൾ ആ ലെറ്റർ ഉണ്ട്.
ഇത്ര സമയം കൊണ്ട് എൻ്റെ ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ടില്ലെങ്കിൽ ഞാൻ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനോട് ഞാൻ എഴുതി മേടിച്ചു. ഓക്കെ, അദ്ദേഹത്തിനോട് എഴുതി മേടിച്ചു. ആ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രോഫിറ്റബിൾ ആയില്ല. ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം ആ ബിസിനസ് അദ്ദേഹത്തോട് സ്റ്റോപ്പ് ചെയ്യിച്ചു. ഓക്കെ, എൻ്റെ നിർബന്ധപ്രകാരം ആ ബിസിനസ് അദ്ദേഹത്തോട് സ്റ്റോപ്പ് ചെയ്യിച്ചു. കുറച്ച് സമയം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. പിന്നെ അദ്ദേഹം വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത്, ഇപ്പൊ ലാസ്റ്റ് ഞാൻ വിളിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വിഷയം ഇപ്പൊ ഇവിടെ ഉള്ളത്, ഞാൻ ലക്ഷദ്വീപിലാണ്, ഒരു 10 ദിവസമായിട്ട് ഫാമിലി ട്രിപ്പിലാണ്. ഓക്കെ, പിന്നെ തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സിൽ എന്ത് ചെയ്തു, എൻ്റർലി ഡിഫറെന്റ് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ഇതാക്കണം, നമ്മൾ ഒരു എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജനിച്ചത് എവിടെയാണ്? നിങ്ങൾ എവിടെ ജനിച്ചിരിക്കുന്നത്? നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എവിടെ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ജനിച്ചത് എവിടെ? ജനിച്ചത് എവിടെ? ഇന്നത്തെ വലിയ ക്വസ്റ്റ്യൻ ആണ്, ആരും പറയുന്നില്ല. ഈ ഭൂമിയിൽ. ശ്രീകൃഷ്ണ മാം ജനിച്ചിരിക്കുന്ന വയനാടാണ്. ഞാൻ ജനിച്ചത് ഈ ഭൂമിയിലാ. ബഷീർ സാർ ജനിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഷൈനി മാം ജനിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. സുഹൈൽ ജനിച്ചിരിക്കുന്നത് മണ്ണാർക്കാടാണ്. ആക്ച്വലി നമ്മൾ ജനിച്ചിരിക്കുന്നത് ബഷീർ സാറും ഇവരും പറഞ്ഞതുപോലെ ഭൂമിയിലാണ്. നിങ്ങൾ ഈ ഭൂമിയുടെ അവകാശികളിൽ പെട്ട ഒരാളാണ്. ഭൂമിയിൽ നിന്ന് മാറി വേറെ ഗ്രഹത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾ ഈ ഭൂമിയിലാണ് ജനിച്ചിരിക്കുന്നത്, ഞാൻ ഈ ഭൂമിയിലാണ് ജനിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള കഴിവും അല്ലെങ്കിൽ അതിനുള്ള അവകാശമുള്ള ആളാണ് നമ്മൾ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ജീവിക്കുന്നതിന്, നമുക്കിവിടെ ചെയ്യുന്ന, നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാരാമീറ്റേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കാത്ത റിസൾട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് വെച്ചെങ്കിൽ, നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഷിഫ്റ്റ് ദ ഫോക്കസ്, വൈ മീ എന്നുള്ളതിന് പകരം നിങ്ങൾ ചോദിക്കാം, വാട്ട് ഈസ് ദിസ് ടീച്ചിങ് മീ? ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? ഇതിൽ നിന്ന് എന്ത് കാര്യമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻസ് അഗെയിൻ എൻ്റെ ലൈഫിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത്? ചെറിയ എക്സാമ്പിൾ, ഇപ്പം റസാഖ് സാറെ വിളിച്ചിട്ട് പറയാണ്, റസാഖ് സാർ, എൻ്റെ ബോഡിക്ക് ഇങ്ങനെ ഒരു പെയിൻ ഉണ്ട്. ഓക്കെ, എൻ്റെ പ്രഷർ ഇങ്ങനെ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് നോർമലൈസ് ആവാൻ പറ്റുന്നില്ല, പ്രഷർ ഇങ്ങനെ കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട് പറഞ്ഞാൽ റസാഖ് സാർ എന്തായാലും പറയാം. എന്താ റസാഖ് സാർ പറയാം? പ്രശ്നം എന്താ പറയാം? എന്താണ്? ലൈഫ് സ്റ്റൈല് ക്ലിയർ ചെയ്യാൻ പറയാം. എന്തൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറയാം? ഫുഡ് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറയും. പിന്നെ എക്സസൈസ് ചെയ്യാൻ പറയും. അല്ലെ? ഫുഡ് കൺട്രോളിങ്ങിനും എക്സസൈസിനും കൂടെയാണ് എന്ത് ചെയ്യാൻ പറ്റുക. വേണമെങ്കിൽ അതിനൊരു മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് ആ ലൈഫ് സ്റ്റൈൽ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ആയിരിക്കും എന്ത് ചെയ്യാം, എന്റെ ആ പ്രോബ്ലംസിന് പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ എപ്പോ ഞാൻ മോശമാക്കുന്നോ അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും? എന്റെ രോഗം വരും. സെയിം തിയറി ആണ് ലൈഫിൽ നിങ്ങളുടെ സക്സസുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫീൽ ദ ഡിസയർ ഇമോഷൻസ് ആണ്. ഓക്കെ, ഫീൽ ദ ഡിസയർ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഡിസൈർഡ് ഇമോഷൻസിന് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്തു, പുറപ്പെട്ടു, വഴിതെറ്റി. ഞാനീ പറയുന്നത് ലൈഫിന്റെ യാത്ര കേട്ടോ, ലൈഫിന്റെ യാത്രയാണ്, അല്ലാതെ നമ്മുടെ യാത്ര പോകുന്ന സംഭവമല്ല. അപ്പൊ നമ്മൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻസ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ കാം ആവാനും വേണ്ടിയിട്ട് ആ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, ഞാൻ ഈ അടുത്തിടെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന കാര്യം വിജയ് മല്യ എന്നതാണ്. ആ ഒരൊറ്റ ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് അതുവരെ വിജയ് മല്യനോട് ഉണ്ടാകുന്ന ഒരു അതായത് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ക്യാരക്ടർ എന്നല്ല പറയുന്നത്, ആ ഒരു കൺസെപ്റ്റ് മാറാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, ആളുകൾ എന്തൊക്കെയോ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ കാമാക്കി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ ഒരു മീനിങ് എന്താ വെച്ചാൽ, നിങ്ങൾ സന്തോഷിക്കണോ, നിങ്ങൾ സങ്കടപ്പെടണോ, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പിന്നെ കാര്യത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ സന്തോഷം കൊണ്ടുവരണോ സങ്കടം കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കുന്നത് ആക്ച്വലി ആരാണ്? ആരാണ്? നിങ്ങൾ ഷുവറാണ്? പ്രീതാമന് ഷുവറാണ്? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? ഇല്ല.
ഇല്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സീക്രട്ട് എന്ന പുസ്തകത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം എന്ന് പറയുന്നത് ഏത് ഇമോഷൻസ് ആണോ അത് നിങ്ങളുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ളതിന്റെ കൂടെ ജോയിൻ ചെയ്യാനേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര നല്ല ഹാപ്പി ഒരു മൊമെന്റിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ എന്റെ ഹാപ്പിനെസിന്റെ ഒരു പാർട്ട് ആവാനേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ, അല്ലെ? എന്റെ ഹാപ്പിനെസിന്റെ പാർട്ട് ആവാനാണ് നിങ്ങൾക്ക് സാധിക്കുക. ഞാൻ നല്ല മൂഡ് ഓഫ് ആണെങ്കിൽ എന്റെ മൂഡ് ഓഫിന്റെ പാർട്ട് ആവാനാണ് സാധിക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഒരു ബൗണ്ടറിന്റെ ഉള്ളിലേക്ക് മറ്റൊരാൾക്ക് കയറാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കുമ്പോഴാണ് പല സമയത്തും നമ്മൾ ഡിപ്രഷനിലേക്കും ഈ ടെൻഷനിലേക്കും ഈ മൂഡ് ഓഫിലേക്കൊക്കെ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ആ താക്കോൽ എടുത്തിട്ട് നിങ്ങൾ ഭർത്താവിനോ ഭാര്യക്കോ ഉപ്പക്കോ ഉമ്മക്കോ അനിയനോ സുഹൃത്തിനോ കാമുകനോ കാമുകയൊക്കെ കൈമാറുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുന്നത്, ഈ ഡിപ്രഷനും ബാക്കിയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, എന്റെ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ എന്റെ ഇമോഷൻസിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. ആ താക്കോൽ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ്സ് ബാക്ക്. അത് നിങ്ങളേക്ക് എന്ത് ചെയ്യുക, തിരിച്ചെടുക്കുക. നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെടുക്കുക. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷൻസ്, ആ സിറ്റുവേഷൻസ് അല്ല വിഷയം, ആ സിറ്റുവേഷൻസിനോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയാണ് വിഷയം. സിറ്റുവേഷനുള്ള പ്രശ്നം, ആ സിറ്റുവേഷനോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയാണ് വിഷയം. ഞാൻ സിംപിളി പറയാം, ഞാൻ ചിലപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ആയിരിക്കും. ഇപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടാവും, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അമ്മയും മോനും അവരുടെ ഒരു 2.5 വയസ്സുള്ള കുട്ടിയും എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നു. ഓക്കെ, വിരുന്ന് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ കുട്ടി ഇവർക്ക് ചായ കൊടുത്തു, ചായയും കടിയൊക്കെ കൊടുത്തു. ചായയും കടിയൊക്കെ കൊടുത്ത സമയത്ത് ഞാൻ കൊടുത്ത ബേക്കറിയിൽ നിന്ന് ഈ കുട്ടി കുറച്ചധികം ബേക്കറി ഇങ്ങനെ കഴിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ആ കുട്ടിക്ക് കൊടുത്ത ചായ കുട്ടി അവിടെ ചിന്തി കളഞ്ഞു. ആ കുട്ടീനെ കൈ തട്ടിയിട്ട് ചിന്തിപ്പോയി. ഓക്കെ, ഈ ചിന്തിപ്പോയ സമയത്ത് സ്വാഭാവികമായിട്ട് കുട്ടിന്റെ അമ്മന്റെ അച്ഛന്റെയും പ്രതികരണം എന്തായിരിക്കും? എന്തായിരിക്കും സ്വാഭാവികമായിട്ട്? അമ്മന്റെ അച്ഛന്റെ സിറ്റുവേഷൻ ദേഷ്യപ്പെടും. ആ കുട്ടി ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ എന്താ പറയാ, സാരല്ല, എന്താണ്, കുട്ടികളല്ലേ, അല്ലെ? കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട, ഇറ്റ്സ് ഓക്കെ എന്ന് പറയും, അല്ലേ? ഇനി ഇതേ സിറ്റുവേഷൻസിൽ തിരിച്ചുണ്ടായി. ഞാൻ ഒരു വീട്ടിലേക്ക് വിരുന്ന് പോയ സമയത്ത് ഇതേപോലെ കഴിക്കുമ്പോ എന്റെ 3 വയസ്സുള്ള 2 വയസ്സുള്ള മോന് ഇതേ പ്രവൃത്തി ചെയ്തു. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ നിങ്ങളോട് പറയുന്ന സംഭവം വെച്ചാല് ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യണം, അവിടെ നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്ത് ഇതേ പേഴ്സൺ ചിലപ്പോ ഇവിടെ അങ്ങനെ മാനേജ് ചെയ്യണം എന്നില്ല. ഓക്കെ, അവിടെ ഇങ്ങനെ മാനേജ് ചെയ്ത ഇതേ പേഴ്സൺസ് എന്ത് ചെയ്യാന്നില്ല, ഇവിടെ അങ്ങനെ മാനേജ് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മളുടെ ഈ സിറ്റുവേഷൻസിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ആൾ നിങ്ങളതാണ്. അപ്പൊ എന്താണ് അവിടെ ആവശ്യമായിട്ടുള്ള ഇമോഷൻസ് എന്ന് കഴിഞ്ഞാൽ നോക്കുക, അവിടെ എപ്പോഴും എന്ത് ചെയ്യുക, കാമായിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടതായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നിട്ട് എന്ത് ചെയ്യാം, കാമായിട്ട് ഫീൽ ചെയ്തതിനു ശേഷം 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, വിഷ്വലൈസ് ഔട്ട്കം. ഓക്കെ, എന്നിട്ട് ഈ സിറ്റുവേഷൻസിനൊക്കെ ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, വീണ്ടും നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്കം, ആ ഔട്ട്കമ്മിലേക്ക് വീണ്ടും എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളാണ് അറിഞ്ഞോ അറിയാതോ ഇതിന്റെ കാര്യം നമ്മൾ ചെയ്തിരിക്കുന്ന ഏതോ സംഭവത്തിന് അതിനെ റെഡി ആക്കിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് വിശ്വസിച്ചിട്ട് ഇത് ചെയ്യും. ഇപ്പൊ ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ചില ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, സർ ഞാൻ ഇന്നലെ ഒരു ബാഡ് സ്വപ്നം കണ്ടു രാത്രി കിടന്നപ്പോ, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാനോട് പറയുന്നത് വെച്ചാല്, നിങ്ങൾ കണ്ട സ്വപ്നം എന്താണോ അതിന്റെ ഓപ്പോസിറ്റിനെ റീക്രിയേറ്റ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ അടുത്ത് ഒരു ഫിലിം കണ്ടു, നിങ്ങൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഫിലിം കണ്ടിട്ടുണ്ടാവും, ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ഫിലിം കണ്ടു. ഓക്കെ, നല്ല റിവ്യൂ ഒക്കെ കണ്ട സമയത്ത് ഞാൻ ഒരു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു ഫിലിം കണ്ടതാണ്. ഒരു തമിഴ് ഫിലിമാണ്, ശ്രീലങ്കയിൽ നിന്ന്
തമിഴ്നാട്ടിലേക്ക് കുടിയേറിയിട്ടുള്ള ഒരാള്. ഓക്കെ. അപ്പൊ ആ ഫിലിം കാണുന്ന സമയത്ത് അതിലെ നായകന്റെ ഒരു മകൻ അവനാ പിന്നെ ഈ ഫിലിം കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്. എല്ലാവരും ഫിലിം കാണാൻ ഭയങ്കര സീരിയസ് ആൾക്കാരാകും. കണ്ടിട്ടുണ്ട്. മണിസാർ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം ആ നായകന്റെ മകൻ ശ്രീലങ്കയില് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവരുടെ കല്യാണത്തിന് അവര് ഒരു പാട്ട് സെലക്ട് ചെയ്തു. ഈ പാട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡാൻസ് ചെയ്യുന്ന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അവൻ വേറെ ആളെ കല്യാണം കഴിച്ചു. ആ സ്ത്രീ വേറെ ഒരാളെ കല്യാണം കഴിച്ചു. എന്നിട്ട് ആ പാട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു? ഡാൻസ് ചെയ്തു ഇവര്. അപ്പൊ ഈ നായകന്റെ മകൻ പറയാണ്, ഞങ്ങൾ തമ്മിലാണ് ഈ പാട്ട് വെച്ചിട്ട് കല്യാണം കഴിക്കണം തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഇനി ഈ പാട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് അവളല്ലേ, എനിക്ക് അല്ല ഈ പാട്ട് കാണുമ്പോൾ സമയത്ത് എനിക്ക് ദേഷ്യം വരില്ലേ, എനിക്ക് സിറ്റുവേഷൻസ് ഓർമ്മ വരില്ലേ. ഓക്കെ. അപ്പൊ ഇതേ നായകന്റെ അന്യൻ എന്ത് ചെയ്യും? തൊട്ടപ്പുറത്ത് ഈ പാട്ടിട്ട് വേറെ ഡാൻസ് ചെയ്യും. ഓക്കെ. അപ്പൊ ആദ്യം ദേഷ്യം വരെങ്കിലും ഡാൻസ് ചെയ്തതിന് ശേഷം ഇവന്റെ അച്ഛനും അതേപോലെ തന്നെ ഈ നായകന്റെ മകനെയും വിളിച്ചിട്ട് ഇവരെ ഒരുമിച്ച് ഡാൻസ് ചെയ്യും. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു കൊടുക്കാണ്, ഇനി നിനക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ സിറ്റുവേഷനല്ലേ ഓർമ്മ വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിനക്ക് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് നേരത്തെ ഉള്ള സിറ്റുവേഷൻസ് ഈ സിറ്റുവേഷൻസ് ആണ് ഓർമ്മ വരിക. നമ്മളെ ബ്രെയിനെ നമ്മൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത്, നമ്മളെ ബ്രെയിനിലേക്ക് നിങ്ങൾ ലാസ്റ്റ് മെസ്സേജസ് എങ്ങനെയാണോ കൊടുക്കുന്നത്, അതാണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുക? പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ബ്രെയിനിൽ നമ്മളെ ബ്രെയിനിനെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ബ്രെയിനിന് എപ്പോഴും റിയൽ ആണോ അൺറിയൽ ആണോ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവില്ല. ആ സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യാം? അവിടുന്ന് വീണ്ടും അതിനെ വിഷ്വലൈസ് ചെയ്യും. വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ടേക്ക് ബാക്ക് ചെയ്തിട്ട് പുതിയ രീതിയിലേക്ക് പോവുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ആക്ഷൻസ്. വാട്ട് സ്മാർട്ട് സ്റ്റെപ്പ് ക്യാൻ ഐ ടേക്ക് നൗ ജോയ്ഫുള്ളി ആൻഡ് കാംലി എന്നതാണ്. ഇനിയും എന്റെ റിസൾട്ടിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഇൻസ്പയർഡ് ആയിട്ട് എന്ത് ആക്ഷൻസ് എടുക്കാൻ സാധിക്കും? നിങ്ങൾ ഒരു പോയൊരു യാത്ര എന്ന് പറയുന്നത് ഇരിക്കുന്നു. യാത്ര എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊന്ന് തെറ്റിയിരിക്കും. ചെറിയ രീതിയിലൊന്ന് തെറ്റിയിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ കറക്റ്റ് ചെയ്യുന്ന അതിനെ നിങ്ങൾ എങ്ങനെയാണോ കറക്റ്റ് ചെയ്തിരിക്കുന്നത് അതേ മെത്തേഡ് നിങ്ങൾ എടുക്കുക. അതേ മെത്തേഡ് നിങ്ങൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? വീണ്ടും പുതിയ സ്റ്റെപ്പുകൾ എടുത്തിട്ട് അതിലേക്ക് പോവുക. ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആവാം. എപ്പോഴും നമ്മൾ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ഫിക്സ് ദിസ് എന്നായിരിക്കും. അത് മാറ്റിയിട്ട് നിങ്ങൾ എപ്പോഴും എന്ത് കൊടുക്കുക? എവറിഥിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഓഫ് മീ ഈവൻ ഇഫ് ഐ ക്യാൻ സീ ഹൗ ഇറ്റ്. ഓക്കെ. ഇതൊക്കെ എൻ്റെ ലൈഫിൽ എപ്പോഴും ഗീതയിലൊക്കെ പറയുന്ന പോലെ എന്താണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും എനിക്ക് നല്ലതിനാണ്. ഇതും എൻ്റെ എന്തോ നല്ല കാര്യത്തിനാണ്. ഒരു പക്ഷെ ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം, പക്ഷെ ഇത് എൻ്റെ ലൈഫിലെ വളരെ നല്ലൊരു കാര്യത്തിനാണ്. ഞാനത് റെഡിയാക്കി അഫർമേഷൻസ് കൊടുക്കാം. ഐ ആം ഓൾവേസ് ഗൈഡഡ് ടു ദ ബെസ്റ്റ് ഔട്ട്കം. എവറി സിറ്റുവേഷൻ ഇസ് എ ചാൻസ് ടു ഗ്രോ ആൻഡ് അലൈൻ. നമ്മളെപ്പോഴും പറഞ്ഞ സംഭവമാണ്, എവറി സിറ്റുവേഷൻസ് ഇസ് എ ചാൻസ് ടു ഗ്രോ ആൻഡ് അലൈൻ. ഐ അട്രാക്ട് പീസ് ആൻഡ് ക്ലാരിറ്റി ഈവൻ ഇൻ അൺസർട്ടനിറ്റി. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യുക? റീടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ നിങ്ങൾ ചില സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ ഒറ്റ കാര്യമാണ് നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ടത്, വൈ ദിസ് മീ എന്നുള്ള തോട്ടിന് പകരം എനിക്ക് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ പഠിപ്പിക്കുന്നത്, പ്രപഞ്ചം പഠിപ്പിക്കുന്നത് എന്താണ്, ഞാൻ ഇത് പഠിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ എത്താത്തത്, എന്തുകൊണ്ടാണ് പഠിക്കാനുള്ളത്? ആ പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ടുകളാണ്. ഓക്കെ. ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ള എന്താണ്? നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ലൈഫിലെ സിറ്റുവേഷൻസിനെ മാറ്റണമെങ്കിലും ആദ്യം നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിയായിരിക്കും. ഓക്കെ. എന്റെ ചിന്തകളെ എങ്ങനെയാണ് എനിക്ക് മാറ്റാൻ സാധിക്കുക? എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസ് നിന്ന് എനിക്ക് പുറത്തു കിടക്കാൻ സാധിക്കുക? എന്ത് ഇൻസ്പയർഡ് ആക്ഷൻസ് ആണ് എടുക്കാൻ സാധിക്കുക? നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാം? ഉടനെ ചേഞ്ച് ചെയ്യാം. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ഒരു പരിധി കഴിഞ്ഞാൽ കിട്ടിയിട്ട്, ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കിട്ടിയിട്ട്, എപ്പൊ നിങ്ങൾ രക്ഷപ്പെടും ചോദിക്കുമ്പോൾ ഞാൻ ഇന്നൊരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എല്ലാം നിങ്ങൾക്ക് തോന്നുന്ന കാര്യമാണെങ്കിൽ പിന്നെയും അതിന്റെ പിന്നാലെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കുക. പണ്ട് STD ബൂത്ത് നടത്തുന്ന ഒരാള് STD ബൂത്ത് വീണ്ടും തിരിച്ചു വരുമെന്ന് കരുതിയിട്ട് പോകുന്നത് എന്തല്ല, ഒരിക്കലും ശരിയായ കാര്യമല്ല. ഓക്കെ. അപ്പോൾ ആ അപ് ടു ഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് വിഷയം വന്നിരിക്കുന്നത് അതിനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം വരികയാണെങ്കിൽ ആ പ്രോബ്ലംസിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ
അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തുക. റൂട്ട് കോസ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏതൊരു സിറ്റുവേഷൻസിനോടും 5 തവണ വൈ എന്ന് ചോദിക്കുക. എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഒരാളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അയാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അയാൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനോട് വീണ്ടും ചോദിക്കുക എന്തുകൊണ്ട്, വീണ്ടും ചോദിക്കുക എന്തുകൊണ്ട്. ആ എന്തുകൊണ്ട് ചോദിച്ചാൽ ലാസ്റ്റത്തെ ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിന്റെ കറക്റ്റ് റീസൺ കിട്ടും. ഈ ഒരു കാര്യം കൊണ്ടാണ് എന്റെ ലൈഫിൽ എന്ത് സംഭവിച്ചത്, ഈ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കണ്ട കാര്യത്തിന് എന്ത് ചെയ്യുക, ആ പാരാമീറ്ററിനെ ചേഞ്ച് ചെയ്യുക. ഏതൊരു കാര്യം വരുമ്പോൾ നിങ്ങളൊന്ന് കാമായിട്ട് ചോദിച്ചു നോക്കുക. 5 തവണ നിങ്ങളോട് വൈ ചോദിച്ചു നോക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം എന്തുകൊണ്ട് വളരെ കാമായിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇരിക്കുക, ഒരു പേന എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. ആ ആൻസറിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. സോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളാണ്. ഇനി ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 സ്റ്റെപ്പിലൂടെ പോയി നോക്കുക. ആ 5 സ്റ്റെപ്പ് ഞാൻ ബിമാജിക്കിന്റെ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ബിമാജിക്കിന്റെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എടുക്കുക. ഓക്കെ, താങ്ക് യു. Okay. Thank you, Cesar. Thank you so much. Thank So, you. team Thank you, members. sir. സാറേ ഇന്ന് നമുക്കൊരു പുതിയ ആളുണ്ട്. ആരാണ്? പൊന്നാനിന്റെ അംഗൻവാടിയുടെ അടുത്തുള്ള കുട്ടിയാ, മാരീഡ് ആണ്. മുർഷിദ. വെൽക്കം മുർഷിദ. സാർ ഗോപിക. Okay. മുർഷിദ. Murshida. യെസ്. Okay. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് മുർഷിദ. എൻ്റെ സ്ഥലം പൊന്നാനി. Okay. എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഒരു സ്റ്റുഡന്റ് ആണ്. ഞാനൊരു ചെറിയൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഏത് കോഴ്സാ? CTTC, കമ്പ്യൂട്ടർ ബേസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. എന്ത് സാർ? കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ആണോ? ആ, അതെ. എവിടെ പഠിക്കുന്നേ? എടപ്പാൾ വെസ്റ്റേൺ കോളേജിലാണ് പഠിക്കുന്നത്. വെരി ഗുഡ്. എന്താണ് ഇന്നത്തെ സെഷനിൽ മനസ്സിലായത്? ക്ലാസ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സൂം ക്ലാസ് കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്, എന്നാലും അതിന്റെ ടെൻഷനും ഉണ്ട് എനിക്ക്. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ഒരു സൂം ക്ലാസ് കാണുന്നത്. ആദ്യമായിട്ടാണ് സൂം ക്ലാസ് ആണ്. ശരി, എന്തെങ്കിലും മനസ്സിലായോ ഇന്നത്തെ സെഷനിൽ? കൊറൊക്കെ നമ്മളെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് മൊത്തം പറഞ്ഞൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈം ആയ കാരണം. കുറച്ച് ടെൻഷനൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കണം. പക്ഷെ എന്തോ ഒരു കാര്യം എനിക്ക് ഇതിൽ നല്ല സ്ട്രൈക്ക് ചെയ്തത്, നമ്മൾ തന്നെയാണ് നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തോന്നി ക്ലാസ് കണ്ടപ്പോ. മതി, അത്ര പഠിച്ചാൽ മതി. അതാണ് ഈ ക്ലാസ്സിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അത് വെറുതെ നമ്മൾ ദൈവത്തിന് അല്ലെ ബാക്കിയുള്ള ആളുകൾ കുറ്റം പറയുന്നതിന് പകരം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തരും. മുർഷിദ് എന്ത് ചെയ്യാം, ഇതിന് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുറെ ഗ്രൂപ്പുകളുണ്ട്, സബ് ഗ്രൂപ്പുകളുണ്ട്. ഞാനല്ലാത്ത നിങ്ങൾ സിന്ധു മാം അടക്കമുള്ള കുറെ സൂപ്പർ ലീഡേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഗൈഡൻസിൽ നിൽക്കുക. ഇനിയും ഒരുപാട് സെഷൻസ് എല്ലാ ദിവസവും, സൺഡേ ഒഴികെ എല്ലാ ദിവസവും സെഷൻസ് നടക്കുന്നുണ്ട്. ഇതിന്റെ പല രീതിയിലുള്ള നമ്മളെ മൈൻഡ് പവർ ചെയ്യാനുള്ള പല രീതിയിലുള്ള ചലഞ്ചസ് ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലൈഫിൽ വളരെ ഉയരത്തിലെത്താൻ സാധിക്കട്ടെ. താങ്ക് യു സാർ. ഞാൻ റെഡിയാക്കിക്കോളാം സാറേ. ഓക്കെ. ദെൻ വേറെ ആർക്കെങ്കിലും ഇന്നത്തെ സെഷനിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സോ ഷെയർ ചെയ്യാം. ഹലോ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒറ്റ വാക്ക് തന്നെ. ഇപ്പൊ നേരത്തെ മാഡം പരിചയപ്പെടുത്തി വേണം പറഞ്ഞത്. നാം എന്ത് ചിന്തിക്കുന്നു നമ്മൾ അതായിത്തീരുന്നു. അത് തന്നെയാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. നമ്മളെ ചിന്തകളെ എപ്പോഴും ഏത് സിറ്റുവേഷനിലും പോസിറ്റീവ് ആക്കി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ വേറെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ പുറത്തുനിന്ന് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ 31 പേരൊക്കെ പിന്നെ ഇതിലിപ്പോ ഉണ്ടായിരുന്നു. അപ്പോ പേരൊക്കെ നോക്കിയപ്പോ പിന്നെ സേഫ്സാറ് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. പിന്നെ പൊതുവെ കൂടുതൽ ദിവസങ്ങൾ ഇല്ലാത്തവരുണ്ട്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ
ആ ദിവസത്തെ ക്ലാസ്സും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ ഇന്നലെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടോ അതേപോലെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് വളരെ പേര് കുറവായിരുന്നു. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യാതിരിക്കുക. അതേപോലെ ലീഡേഴ്സ് മീറ്റിങ്ങിന് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാവരും അതിനൊന്ന് ഒരു മറുപടി കൊടുക്കുക. ആ സമയത്ത് പറ്റുന്നവര് പറ്റുമെന്ന് അല്ലാത്ത നോ എന്നും കൊടുക്കുക. ലീഡേഴ്സ് ഇന്നലെ വിളിച്ചിരുന്നു രണ്ടുപേരും. പിന്നെ അതിലിപ്പോ പ്രീതമൻ പറഞ്ഞത് ഒരാളും പോലും പിന്നെ മറുപടി തന്നിട്ടില്ല എന്നാണ്. അപ്പൊ എന്താണെന്ന് ഒന്ന് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ട് ദിവസവും സമയം പിന്നെ പ്രീതമനുമായി അറിയിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. താങ്ക് യു. ലീഡേഴ്സ് മീറ്റ് ഒന്നും ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ലീഡേഴ്സ് മീറ്റ് ഉണ്ടോ? ഞായറാഴ്ച അല്ലേ ഉണ്ടാവാറ് സാറേ? ഞായറാഴ്ച അല്ല, വെക്കണമെങ്കിൽ വെക്കാം. ഞായറാഴ്ച അല്ലേ ഉണ്ടാവാറ്? നിങ്ങൾ ഒരു കാര്യം കൂടെ തീരുമാനിക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു ആ ടൈം ഫിക്സ് ചെയ്യുക. നിങ്ങൾ ലീഡേഴ്സ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ആക്റ്റീവ് ആണ് ഒരു 5 മിനിറ്റ്. ഓക്കെ, ആ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:05 വരെ, അല്ലെങ്കിൽ 8:55 മുതൽ 9 മണി വരെ. ആ സമയത്ത് നിങ്ങൾ ഒരു അലാം സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു കാര്യം നമുക്ക് ലൈഫിൽ നടക്കണമെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു സിസ്റ്റം ആണ്. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു സിസ്റ്റം ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6 മണി മുതൽ 7 മണി വരെ നിങ്ങൾ എക്സസൈസിന്റെ സമയം, 7 മണി മുതൽ 7 വരെ നിങ്ങളെ റീഡിങ് ടൈം. ഏത് ബുക്ക് വായിക്കും, ഏത് കാര്യങ്ങൾ ചെയ്യും, ഏത് എക്സസൈസ് ചെയ്യുന്നില്ല, നിങ്ങൾക്കുള്ള സമയത്തിന് ഒരു സമയത്തിന് അതിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഏതൊരു കാര്യത്തിനാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലീഡേഴ്സ് ഗ്രൂപ്പിൽ എല്ലാ സമയത്തും ആക്റ്റീവ് ആവണമെന്നില്ല. അതിന് പകരം നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്തോളൂ. ആ സമയത്ത് നിങ്ങൾ ആക്റ്റീവ് ആവും. ഓക്കെ, ഒരു അലാം വെക്കുക. ആ സമയത്ത് മാത്രം ഗ്രൂപ്പിൽ നോക്കുക. ആ സമയത്ത് ഗ്രൂപ്പിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് സമയം വെച്ചാൽ മതി, അല്ലെങ്കിൽ 2 സമയം 5 മിനിറ്റ് വെച്ചാൽ മതി. അത്ര സമയം ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ എല്ലാ സമയത്തും 10 മിനിറ്റ് നിങ്ങൾ ലീഡേഴ്സ് ഗ്രൂപ്പിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ട സമയം എന്ന് വെച്ചാൽ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ലീഡേഴ്സ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, ഈ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഈ ഗ്രൂപ്പിൽ നിർമ്മിച്ചു പോകും. ഓക്കെ, പണ്ട് നമ്മൾ ബിമാജിക്കിന്റെ ഈ സബ് ഗ്രൂപ്പുകൾ അങ്ങനെ സമയം വെക്കാറുണ്ടായിരുന്നു. 8 മണി മുതൽ 8:30 വരെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ആ രീതിയിൽ ഏതെങ്കിലും സമയം വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, റെഡി ആയിട്ട് പോകും. ഓക്കെ ആണോ നൗഫൽ? ഹലോ, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ആ ഒരു കാര്യം കൂടി പറയട്ടെ സാറേ. ഇപ്പൊ നൗഫൽ സാർ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. നമ്മൾ സേഫ് സാറിന്റെ ക്ലാസ്സിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ള ട്രെയിനേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ. കാരണം ഓരോ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഓരോ പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതൊന്നും നമ്മൾ ആ ഗ്രൂപ്പിൽ പറയുക. അതുപോലെ തന്നെ ട്രെയിനേഴ്സിനും തോന്നില്ലേ, ഇത്രയും പേരുണ്ടായിട്ട് ഫീഡ്ബാക്ക് പറയാൻ പോലും എല്ലാവരും നമ്മൾ വിളിച്ചു വരുത്തേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അതിലേക്ക് പോവാതെ എല്ലാവരും സ്വയം മുന്നോട്ട് വന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിവേ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാം. ഓക്കെ, അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇന്നത്തെ സെഷനിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ 4ാമത്തെ പോയിന്റ് ഒന്നും കൂടി പറയോ? ഞാനേ നമ്മുടെ ബിമാജിക്കിന്റെ ഗ്രൂപ്പില്ലേ, ബിമാജിക്കിന്റെ ഗ്രൂപ്പില് ആ സാധനം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ. നിങ്ങൾ നോക്കി, 4ാമത്തെ പോയിന്റ് വിഷ്വലൈസ് ഔട്ട്കം ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഔട്ട്കം വിഷ്വലൈസ് ചെയ്യുക. പിക്ചർ ദ ഐഡിയൽ റിസൾട്ട് ആസ് ഓൾറെഡി ഡൺ എന്നുള്ളത്. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ബിമാജിക് എന്ന ഗ്രൂപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഉള്ള ഗ്രൂപ്പ് അതന്നെ വന്നത്. ബിമാജിക് 5am ക്ലബ് 2024 എന്നുള്ള ഗ്രൂപ്പിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതല്ല റസാഖ് സാർ മെയിൻ ഗ്രൂപ്പ് അല്ലേ? ഹലോ, അതെ, അതിലുണ്ട്. മെയിൻ ഗ്രൂപ്പ് അതന്നെ. മെയിൻ ഗ്രൂപ്പ് അതാണ് 2024. മെയിൻ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഫീഡ്ബാക്കിന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ചെയ്തിരുന്ന മെത്തേഡ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സബ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ സബ് ഗ്രൂപ്പിൽ നിന്ന് തലേ ദിവസം തന്നെ മെൻഷൻ ചെയ്യും. ഇപ്പൊ ഇതിനെന്താ വെച്ചാൽ കുറേ ആളുകൾക്ക് ഫീഡ്ബാക്ക് പറയണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ
അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ഇപ്പൊ നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇതൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പേടി എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്ക് ആ ഒരു ധൈര്യം നമ്മൾ ലീഡേഴ്സിന് ഭാഗത്ത് കൊടുക്കുക. ഗ്രൂപ്പിൽ തന്നെ തലേ ദിവസം പറയാം, നാളെ നിങ്ങളാണ് ഫീഡ്ബാക്ക് പറയേണ്ടത്. അപ്പൊ അവർക്ക് എന്താണോ ഇതായിട്ട് ഒരു ഫീഡ്ബാക്ക് പറയാത്ത ഒരാൾക്ക് ആണെങ്കിൽ അയാളോട് പറയാം, അയാൾ പറയേണ്ട കാര്യത്തിലേ ഉള്ളൂ, എന്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഫീഡ്ബാക്ക് പറയുന്നത്, അതിന് താങ്ക് യു. ഓക്കെ, അതിനുള്ള ഒരു ധൈര്യം നമ്മൾ അവർക്ക് കൊടുത്തിട്ട് പഴയ പുതിയ ആളുകൾ എന്ത് ചെയ്യാം ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മളെ ഈ സബ് ഗ്രൂപ്പ് എന്ത് ചെയ്യാം, തലേ ദിവസം തന്നെ പട്ടിക്ക് ഫിക്സ് ചെയ്ത് വെക്കുക. നാളെ നിങ്ങൾ ഫീഡ്ബാക്ക് പറയണ്ട കേട്ടോ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ പരിചയപ്പെടുത്തണം കേട്ടോ. പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഗൈഡൻസ് എന്ത് ചെയ്യാം കൊടുക്കുക. അപ്പൊ അത് ശരിയായിക്കോളും. ഓക്കെ, എന്റെ ക്ലാസ്സിൽ എനിക്ക് ഫീഡ്ബാക്ക് ആവശ്യമില്ല, ഞങ്ങൾ ഫീഡ്ബാക്ക് പറയാറില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ട്രെയിനേഴ്സ് വരുന്ന സമയത്ത് ചില ആളുകൾ ചിലപ്പോൾ ബിമാജിക്കിലൂടെ ആയിരിക്കും പുതിയ ട്രെയിനിങ്ങിലേക്ക് തന്നെ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഫസ്റ്റ് ട്രെയിനിങ്ങോ സെക്കൻഡ് ട്രെയിനിങ്ങോ ഒക്കെ ആയിരിക്കും. അത്തരം ആളുകൾക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ ഈ ഫീഡ്ബാക്ക് വളരെ വാല്യബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്രയോ സെഷൻസ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ 5 വർഷത്തിൽ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ സെഷൻ എടുത്ത ഒരാൾ ഞാനായിരിക്കും. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ ദിവസങ്ങളോളം സെഷൻ എടുത്തെടുത്തെടുത്ത് നമുക്കത് താഴ്ത്തി കഴിഞ്ഞു. പക്ഷെ ബാക്കിയുള്ള ആളുകളിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി ചില ആളുകൾ പുതിയ ആളുകളായി. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ഇന്റൻഷൻ വെക്കുക. ഞാൻ എന്തിനാണ് ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നത്, എല്ലാവരുടെ ക്ലാസ്സും കേൾക്കുക. നിങ്ങൾ ആ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ സബ്ജക്ട്, നിങ്ങളുടെ ഡൗട്ട് ചിലപ്പോൾ മെന്റലി ഉള്ള ഡൗട്ട് ആയിരിക്കും, സബ്ജക്ട് ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കും. പക്ഷെ അതിനുള്ള ആൻസർ എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടും എന്നുള്ള ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ട്രെയിനിങ്ങിന് പോകുമ്പോഴും ഏതൊരു പുസ്തകം വായിക്കുമ്പോഴൊക്കെ നിങ്ങളൊരു ഇന്റൻഷനോട് കൂടിയിട്ട് അത് വായിക്കണം. എന്തിനാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്, ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ എന്താണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്, എന്തിനാണ് ഞാൻ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്, ഈ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തിനാണ് ആൻസർ കിട്ടുന്നത്. ഇന്ന് എന്റെ സെഷൻ ഇരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഇന്റൻഷൻ സെറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്ക് ആൻസർ ഉണ്ടാവും. അത് എന്റെ സെഷന്റെ പ്രത്യേകത അല്ല, അത് ആ വ്യക്തിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അതേപോലെ എന്തൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഉണ്ടാവും. ഞാൻ ചില സമയത്ത് യാത്രകൾ പോകാറുണ്ട്, ചിലപ്പോൾ സോളോ ട്രിപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഫാമിലി ട്രിപ്പ് ആയിരിക്കും. ആ യാത്ര പോകുന്നതിന് മുമ്പ് ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് എഴുതി വെക്കും. ഈ യാത്ര കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് ഇന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ ലൈഫിൽ എനിക്ക് കിട്ടണം, അത് എവിടുന്നെങ്കിലും ആയിട്ട് എനിക്ക് കിട്ടും. ഓക്കെ, അത് എന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത ഒരാളുടെ പ്രത്യേകത ഒന്നുമല്ല, നിങ്ങളുടെ ഇന്നമല ഭിന്നയാത്തെന്ന് പറയും. നിങ്ങളുടെ നെയ്യത്ത് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ കിട്ടുക. ഓക്കെ, സെറ്റ് ഇന്റൻഷൻ ഫോർ ദാറ്റ്. ഓരോ ക്ലാസ്സിലിരിക്കുമ്പോൾ നേരത്തെ നൗഫൽ സാർ പറഞ്ഞു, ഒരാളുടെ ക്ലാസ്സും ഇതിൽ നല്ലതുമല്ല, ഒരാളുടെ ക്ലാസ്സും ഇതിൽ മോശമല്ല. ഓക്കെ, എത്ര അറിവ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ല, എത്ര അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. അത് നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ടായിരിക്കുക. സോ താങ്ക് യു ഓൾ. Okay, thank you, sir. Thank you so much. So, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. Anyway, thank you so much to all and have a nice day. Thank you. Thank you, sister. Thank you all. Thank you. Thank you all. Thank you all.